എപ്പോഴാ വന്നത് ചോദിച്ചാൽ വർത്തമാനം പറഞ്ഞു നിങ്ങൾ എപ്പോഴാ വന്നത് സാധാരണ ചോദിക്കുന്നത് നമ്മൾ ഉറക്കാൻ ചോദിച്ചാട്ടോ. എന്താ പാമ്പോ? പാമ്പായോ? കൊച്ചെങ്കി വെള്ളം അടിക്കാനുണ്ടോ? ഇല്ല. അപ്പം വെള്ളം അടിക്കാനില്ല അല്ലേ? മാഷ വെള്ളം അടിക്കാനുണ്ടോ? മാഷ റെഡി. ശ്യാം സാറേ വെള്ളം അടിച്ചാലോ? ഇല്ല. ഇത് വെള്ളം അടിക്കാൻ റെഡി ആയി നിൽക്കാമല്ലോ. കുപ്പിയായിട്ട് കൊടുത്താൽ മതി വെള്ളം അടിച്ചത്. റെഡിയല്ലേ? ഉണ്ടോ? അങ്ങനെ വാ. ഇല്ല വെള്ളം അടിക്കാൻ പോവാ. ഇല്ല. ഞങ്ങളങ്ങനെ മയക്കുന്ന ചേച്ചിയില്ല. രാജാവിന്റെ പത്നി. ഇതാണ് ഞങ്ങൾ അച്ഛൻ. അച്ഛന്റെ പേര് മറന്നുപോയി. ജഗന്നാഥ പറഞ്ഞു. ഇത് നമ്മളെ ധാരണ ഷോർട്ട് ഫിലിമിൻ്റെ ക്യാമറാമാൻ ഫ്രം ഷംസു വാലില്ലാപ്പുഴ. ഏകദേശം ഒരു 3 സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞ് ഒട്ടനവധി ഷോർട്ട് ഫിലിമുകളും തിരക്ക് പിടിച്ചൊരു ക്യാമറമാൻ കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇത് മുഖം നോക്കി വെച്ചോളി, ബന്ധപ്പെട്ട ആൾ വരും. നല്ല വർക്കാട്ടോ. അങ്ങനെ മുഖം നോക്കാൻ പറഞ്ഞല്ല. ഇവിടെ വെള്ളടി ടീം സെറ്റാകാണ്. ഇത് നമ്മളെ ധാരണ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ ഫിയാസ് വയനാട്, നമ്മളെ ആർട്ടിസ്റ്റ് തിലകൻ, രാജേട്ടൻ, നൗഫൽ, പ്രവീൺ, ദിനേശനാ? ദിനേശനെങ്കിൽ ദിനേശൻ. അപ്പം ഞാനിതിലില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പണ്ടാരോ പറയില്ലേ, ഞാനിതിലില്ല എന്നാലും ഞാനിതിലുണ്ട്. ഷംസുബ എല്ലാം സെറ്റല്ലേ? അടിപൊളി സൂപ്പർ സെറ്റ്. എങ്ങനെയുണ്ട് നമ്മളെ ലൊക്കേഷന്? അടിപൊളിയാ. പുലച്ചക്ക് 4 മണിക്ക് വന്നിട്ട് ഉണ്ടല്ലേ? ബോറടിച്ചില്ല, ഇതുവരെ ബോറടിച്ചില്ല. നമ്മളെ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാ അല്ലേ? നമ്മൾ പല ജില്ലകളിൽ നിൽക്കുന്ന, പിന്നെ കണ്ണൂർ, മലപ്പുറം ഉണ്ട്, എറണാകുളം ഉണ്ട്, പിന്നെ നമ്മളെ കോഴിക്കോട്. ഇതിൻ്റെയൊക്കെ നമ്മൾ ചുക്കാൻ പിടിക്കുന്നതാ നമ്മുടെ ഡയറക്ടർ ഫിയാസ്ക. എങ്ങനെയുണ്ട് നമ്മളെ മടവൂർ മക്കാരുടെ ഷൂട്ടിങ്ങിന് വന്നിട്ട് ഇപ്പോൾ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അടിപൊളി. എല്ലാവരും നല്ല സഹകരണമാണ്. വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പീഡിയലായിട്ടാണ് ഒരു രക്ഷയില്ല. അടിപൊളി. ചായപ്പിടിയല്ലേ? എല്ലാവരും ഒന്ന് മെച്ചല്ലേ പെർഫോമൻസ്? ഹോസ്പിറ്റലിലെ നേഴ്സുമാരും. അതെ, നരിക്കിനി നിംസ് ഹോസ്പിറ്റലിലെ നേഴ്സുമാർ, നിംസ് ഹോസ്പിറ്റലിലെ നമുക്ക് ചെറിയൊരു പേഷ്യൻ്റ് അല്ലേ? വളരെ ഉഷാറായിട്ട് എന്തായാലും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ട് എല്ലാ ഷോട്ടും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഹാപ്പി. ഇതാണ് ഞങ്ങളെ വീട്. ഇത് ഞങ്ങളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അനിൽ വന്ദന. കൊയില സ്ഥലം ഇടയിൽ മറന്നുപോയി. കുറ്റ്യാടി. ഏകദേശം ഒരു കുറ്റ്യാടി ഒരു 3-4-5 സിനിമകളില്ലേ? ഞാൻ ഇത് 37 സിനിമയിൽ ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്തു. 38 അടുത്ത ഞങ്ങളുടെ സിനിമേൻ്റെ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഞങ്ങളെ വർക്ക് സ്റ്റോറി കണ്ട് ഇഷ്ടപ്പെട്ട് നല്ലതായിട്ട് രാവിലെ ഇന്നലെ രാത്രി എത്തിക്കും സംഗതി. രാത്രി ഇപ്പോൾ ഏകദേശം സമയം 8 മണിയോടെ അവിടെ. എന്നിട്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഗ്രാമത്തിലുള്ള എല്ലാവരും അഭിനയിക്കുന്നുണ്ട്. അതെ, മടവൂര് പ്രത്യേകത. അതെ, മടവൂര് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. ഞാനും സപ്പോർട്ടാട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ഫ്രെയിം ഇതുവരെ വന്നില്ല. അല്ല, എന്നെ പറ്റി പിന്നെ പറയണ്ട, എല്ലാവർക്കും അറിയാൻ സപ്പോർട്ടാണെന്നുള്ളത്. ഇതിനെ പറ്റി ഞാൻ സ്വയം വ്യക്തിപരമായിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ ബാക്കിയുള്ള നമ്മൾ ആർട്ടിസ്റ്റുകളോട് നമ്മൾ ജസ്റ്റ് ഇതിനെപ്പറ്റി നമ്മളെ ധാരണ ഷോർട്ട് ഫിലിമിനെ പറ്റി ചെറിയ അവരുടെ അഭിപ്രായങ്ങൾ നമ്മളൊന്ന് രേഖപ്പെടുത്താൻ പറ്റും. നമ്മളെ ധാരണ ഷോർട്ട് ഫിലിമിന് അനിയത്തിക്കുട്ടിയാണ്. നമുക്ക് എന്താണ് പറയാനുള്ളത് നമ്മളെ ധാരണ ഷോർട്ട് ഫിലിമിനെ പറ്റി? നല്ലതാണ്, നല്ല കഥയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ. പിന്നെ ഒക്കെ തന്നെ. രാവിലെ എത്ര മണിക്ക് എത്തിക്കുക ലൊക്കേഷനിൽ? 7 മണിയാകുമ്പോഴേക്ക് എത്തിക്കും. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. അപ്പോൾ എക്സാം എന്താ പറയുക, മുർദാവിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളെ ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ട് കുടുംബസമേതം വന്നതാണ് അല്ലേ? ലൊക്കേഷനൊക്കെ അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ധാരണ ഷോർട്ട് ഫിലിമിൻ്റെ ഇതാണ് നമ്മളെ ഒരു ഏട്ടൻ്റെ കഥാപാത്രം ചെയ്യുന്ന ശ്യാം സാറാണ്. ശ്യാം സാറിൻ്റെ സ്ഥലം നന്മണ്ടയാണ്.
ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ മാത്സ് അധ്യാപകനാണ്. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാത്സ് എന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ സ്കൂളിൽ സാറ് മാത്സ് ആയിരുന്നു അല്ലേ? അല്ലല്ല ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് അതെന്താ ഞാൻ പറയാൻ കാണിച്ചത് സാറേ, എനിക്ക് മാത്സ് തീരെ ഇഷ്ടമല്ല. മാത്സ് എങ്ങനെ കണക്കൂട്ടിയാലും എനിക്ക് കിട്ടൂല. അതുകൊണ്ടാണ് മാത്സ് ഞാൻ തന്നെ വരുന്നത്. അവിടെ ലൊക്കേഷനിൽ വർക്ക് നടക്കണം. എന്നാലും നമ്മൾ സാർ എങ്ങനെയുണ്ട് ഇന്നത്തെ ഷൂട്ടിൻ്റെ അഭിപ്രായം? അടിപൊളിയാണ്, നല്ല അഭിപ്രായം. ഈ ലൊക്കേഷനും എല്ലാം, പിന്നെ ഡയറക്ടറും, പിന്നെ നമ്മളെ കൂടെ അഭിനയിക്കുന്നവരും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞില്ല. അടിപൊളിയാണ്, എന്നെ പറ്റി സൂപ്പറാണ് ആണല്ലേ? ഞാൻ പണ്ടേ സൂപ്പറാണ്. പിന്നെ ഇപ്പം ചോദിച്ചല്ലോ, ഞാൻ പണ്ടേ സൂപ്പറാണ്. സൂപ്പറാണ്, ഇപ്പോഴും സൂപ്പറല്ലേ? ശ്യാം സാർ ഏകദേശം എനിക്ക് കുറേ ഷോർട്ട് ഫിലിം റീൽസ് ഒക്കെ ചെയ്ത് റീച്ച് ആയി പോകുന്ന ഒരാളാണല്ലേ? പിന്നെ അഭിനയിച്ചിട്ടുണ്ട് സ്മൃതി എന്ന് പേരായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു ആൽത്തറ സീൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറേ റീൽസ് ഒക്കെ ഉണ്ട്. ശ്യാം ഇൻസ്പേസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, എല്ലാവരും ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? ഫോളോവേഴ്സ് ഒക്കെ കുറച്ച് കുറവാണ്, 1K ഉള്ളൂ. കൂടി വരും. നമ്മൾ ഈ ധാരണ ഷോർട്ട് ഫിലിം പുറത്തുനിന്ന് കൂടി നമുക്ക് ഫോളോവേഴ്സും സബ്സ്ക്രൈബും വ്യൂസും എല്ലാം വരും. പിന്നെ ഈ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കുടുംബത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അധികമൊന്നും പറയുന്നില്ല, സ്പോയിലർ ആക്കുന്നില്ല. ഓക്കെ എല്ലാവരും. ഇത് നമ്മളെ സനൂപ് സാറാണ്. ഇത് ഒരു അധ്യാപകൻ തന്നെയാണ്. നമ്മളെ കൂടെ എന്താ പറയുക, കുറേ പരിചയമുണ്ട് സാറിന്. എനിക്ക് റീൽസുകളൊക്കെ ചെയ്ത് പോകുന്നു. സാറിൻ്റെ ഒരഭിപ്രായം സാറ്? ഒരു നല്ലൊരു ഫാമിലി സംഭവമാണിത്. നമ്മളങ്ങനെ വളരെ കൂളായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വല്ലാണ്ട് ടെൻഷനും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ഇതുവരെ നമ്മൾ രാവിലെ തുടങ്ങിയാണ് ഇതുവരെയായിട്ട് അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ നമ്മളെ ഷോർട്ട് ഫിലിം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലേ? ഇനി ഞങ്ങൾ നല്ല നല്ല വർക്കുകൾ ചെയ്തില്ലേ? സംഭവം കൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന അടിപൊളി. അപ്പോൾ നമ്മൾ നല്ല നല്ല വർക്കുകൾ നമ്മളിനി മുന്നോട്ട് വരൂല്ലേ? അപ്പോൾ നമ്മളിതിൽ എന്താ പറയുക, അനിയൻ്റെ ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിമി പാലക്കാടാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഫാമിലി സമേതം, കുടുംബസമേതം ഫാമിലി ഹസ്ബൻഡിനൊപ്പം ഇവിടെ ഹസ്ബൻഡിനൊപ്പം മടവൂരുള്ള ഒരു ലോഡ്ജ് റൂം എടുത്ത് നിന്നതാണ്. വെച്ചാൽ നമ്മളെ സ്റ്റോറി അത്ര ഇഷ്ടപ്പെട്ടാണോ അങ്ങനെ വരാൻ കാരണം എന്താണ്? അതെ, നമ്മളെ സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നത്. അതുപോലെ തന്നെ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഭയങ്കര, പിന്നെ എല്ലാവരും നാഷി അതുപോലെ ഫിയാസ്, അതുപോലെ നമ്മുടെ ക്യാമറമാൻ, എല്ലാവരും ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും എന്താ പറയുക, ഭയങ്കര നല്ല ക്യാരക്ടറാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ഭയങ്കര ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിയൊന്നും അതിൽ നമുക്കൊരു സർപ്രൈസാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസാണ്. പക്ഷേ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതിൽ എനിക്ക് എന്താ പറയുക, അത്രയും വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാം നമ്മുടെ ഇതൊക്കെ പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ റിലീസാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. സിമിനെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സിമി ആരാണ്, എന്താണ്? എൻ്റെ പേര് സിമി, എൻ്റെ വീട് പാലക്കാട്. എനിക്ക് യൂട്യൂബുണ്ട്, ഇൻസ്റ്റയുണ്ട്. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുണ്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ. കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ ലൈവ് ചെയ്യുന്നുണ്ട്. 81,000 സംതിങ് സബ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റീൽസും കാര്യങ്ങളും ലൈവൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമിലേക്കാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഞാൻ എന്താണോ ആഗ്രഹം ഞാൻ അതിലേക്ക് ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ വളരെ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതെന്താണ് സ്റ്റോറി എന്നുള്ളത് സസ്പെൻസ് ആണ് കേട്ടോ. അപ്പോൾ സിമിയുടെ ഈ ആഗ്രഹത്തിന് ചെറിയൊരു മുതൽക്കൂട്ടാവാൻ സാധിച്ചത് ഞാനും അഭിമാനിക്കുന്നു. സത്യമല്ലേ? അതും എനിക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു മെയിൻ ക്യാരക്ടർ കിട്ടിയതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നാഷിഖാൻ്റെ ചാനൽ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പോണത് നമ്മളെ സിനിമയിലെ സിനിമ തന്നെ ഷോർട്ട് ഫിലിം ആണെങ്കിലും ഞങ്ങൾ ചെറിയൊരു ഒരു ഫിലിം തന്നെയാണിത്. അപ്പോൾ ഇതിൽ അച്ഛൻ്റെ കഥാപാത്രം ചെയ്യുന്ന ഷൺമുഖദാസ് നാടക നടനാണ്. ഇവിടെ മടവൂർ തന്നെ അത്യാവശ്യം ഷോർട്ട് ഫിലിമുകളൊക്കെ ബേസ് ചെയ്ത് നാടകങ്ങൾ ചെയ്ത ആളാണ്. ഇവിടെ നമ്മളെ ഷോർട്ട് ഫിലിമിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ഷോർട്ട് ഫിലിം നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. നല്ല കഥയാണിത്, നല്ലൊരു രീതിയിൽ തന്നെ പോകുന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഞാൻ. അച്ഛൻ്റെ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് അല്ലേ? അതെ. അധിക ഷോർട്ട് ഫിലിം അച്ഛൻ്റെ കഥാപാത്രമാണ് വരല്ലേ? അച്ഛൻ്റെ കഥാപാത്രമാണ് അധിക ഷോർട്ട് ഫിലിം ഉണ്ടാകുന്നത്. പൊതുവെ അങ്ങനെ തന്നെയാണ്. ഒരു കലാകാരൻ ഏതെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നാലെ ആ കഥാപാത്രങ്ങൾ തന്നെയാണ് നമുക്ക് പൊതുവെ കിട്ടാറ്. ഒരു കലാകാരൻ്റെ കഴിവുകളെ പരീക്ഷിക്കാൻ പൊതുവെ
സംവിധായകർ ശ്രമിക്കാറില്ല. ഒരു രീതിയിലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് വന്നുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് അപ്പം നമ്മുടെ ധാരണ ഷോർട്ട് ഫിലിമിനെ പറ്റി 2 വാക്ക് എന്നതാണ് പറയാനുള്ളത്. നല്ല ഒരു കഥയാണ് ഇതിൻ്റേത്. നല്ല രീതിയിൽ വിജയിക്കുകയും കഴിയും. നല്ലൊരു സംവിധായകനാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിലെ ക്യാമറാമാനും ബാക്കിയുള്ള എല്ലാ ക്രൂസും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നല്ലൊരു വിജയത്തിലേക്ക് മാറും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ പോകുന്ന ഇതിൽ അഭിനയിക്കുന്ന മറ്റ് താരങ്ങളെടുത്തേക്കാണ്. ഇത് നമ്മളെ ഹൈദർ അലി ആണ്. ഞങ്ങളുടെ കൂടെ ഷോർട്ട് ഫിലിമിലും റീൽസിലും ഒക്കെ ഉള്ള ആളാണ്. മടൂരാണ് സ്വദേശം. ഹൈദർക്ക, നമ്മളെ ഈ ധാരണ ഷോർട്ട് ഫിലിമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇപ്പോൾ കണ്ടെടുത്തോ? ഇത് നല്ലൊരു സന്ദേശം നൽകുന്നൊരു ഷോർട്ട് ഫിലിമാണ്. ഇതിറങ്ങുമ്പോൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞങ്ങളെ വിജയം. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് തിലകൻ ചേട്ടൻ എന്ന് പറഞ്ഞ കർഷകനാണ്. അയാൾ എന്താ പറയുക, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ തല മെമ്പറായിരുന്നു അല്ലേ. 2023 ഈ മടവൂർ പഞ്ചായത്തിലെ കർഷകൻ്റെ അവാർഡ് നേടിയ വ്യക്തിയാണ്. അപ്പോൾ തിലകൻ നമ്മളെ കൂടെ ഉണ്ട്. തിലകേട്ടാ, നമ്മളെ ഈ ധാരണ ഷോർട്ട് ഫിലിമിനെ പറ്റി, നമ്മളെ ലൊക്കേഷനെ പറ്റി, ഇതിൽ അഭിനയിക്കാൻ വന്ന ആളുകളെ പറ്റി മൊത്തത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം തന്നെയാണ്. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു മൂവിയായിട്ട് ഇത് ഇറങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. നല്ലൊരു അനുഭവമാണ്. എല്ലാവരും വളരെ എഫക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വളരെ ഉഷാറാണ്. അപ്പോൾ അതവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും തിരക്കിൽ തന്നെയാണ്. എന്നാലും ഷോർട്ട് ഫിലിം ഇവിടെ ഇരുട്ടത്താണെങ്കിലും വെളിച്ചം സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഷോർട്ട് ഫിലിമിനെ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു അടിപൊളി ഫാമിലി സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.